സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി UDF 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് വി.ഡി. സതീശന്റെ റാലിക്ക് ശേഷം ഈ ഗ്യാരണ്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KJ ജേക്കബ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ഡോക്ടർ TM തോമസ് ഐസക്, 5 ഉറപ്പുകൾ 5 ഗ്യാരണ്ടീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ്. കർണാടകത്തിൽ തെലങ്കാനയ്ക്ക് ശേഷം ഈ ഗ്യാരണ്ടികൾ എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്കായി അതിൻ്റെ വീഡിയോ ബൈറ്റ് കാണിക്കും. ആദ്യം എങ്ങനെയാണ് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കാനാവുന്നത്? So we are going to name the new health insurance scheme for Kerala after Oommen Chandy ji. ഉമ്മൻ ചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. And that is going to provide 25 lakh rupees of insurance for every household. എങ്ങനെയാണ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പാക്കാനാവുക എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഇത് ശുദ്ധ അസംബന്ധമാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ അഷുറൻസ് പദ്ധതി നിലവിലുണ്ട്. ഇപ്പം നമ്മൾ കണക്കുകൾ നോക്കിക്കഴിയുമ്പോഴേ 99.9% കുടുംബങ്ങൾക്കും ഈ 5 ലക്ഷം രൂപയുടെ കവറേജ് മതി. ഈ കവറേജ് വിട്ട് അപ്പുറത്ത് പോകുന്നത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് മാത്രമാണ്. അല്ലെങ്കിൽ 5 ലക്ഷം രൂപക്ക് നിൽക്കും. അപ്പോഴാണ് 25 ലക്ഷമായിട്ട് ഇറങ്ങണേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പോകുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ് ആശുപത്രികളെല്ലാം കൊണ്ടുവരികയാണ്. അവർക്ക് ഈ പറഞ്ഞ തുക റേറ്റുകൾ വരും. ഇവിടെ ഒരു ക്യാൻസറിന് 2 ലക്ഷം 4 ലക്ഷത്തിനുള്ളിൽ ചിലവ് നിൽക്കുന്നത് നിങ്ങൾ ഇതുപോലത്തെ വലിയൊരു ആശുപത്രി പോയാൽ നിൽക്കത്തില്ല. അപ്പോൾ പൊതുപണം എടുത്ത് ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നൊരു ഏർപ്പാടാണ്. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം അതല്ലെന്ന്. സർക്കാർ മുതൽ മുടക്കി മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, ഇവിടെയൊക്കെ കിടത്തി ചികിത്സ, അതോടൊപ്പം ഇതുപോലുള്ള മിഷൻ ആശുപത്രികളും ഇടത്തരം ആശുപത്രികളുണ്ട്. ഈ റേറ്റിൽ തന്നെ കൊടുക്കാൻ തയ്യാർ. അവരെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ആരോഗ്യ പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. അപ്പോഴാണ് 5 ലക്ഷത്തിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 25 ലക്ഷം അത് ഇൻഷുറൻസാണ്. ഇപ്പോൾ മുഴുവൻ പേർക്കും നമ്മൾ ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നിരിക്കട്ടെ. എന്തിനാ ഇൻഷുറൻസ് കമ്പനി? ഈ കേരളത്തിൽ 1 കോടി ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. അതിൽ 10 ലക്ഷം പേർക്കേ നമ്മൾ ആനുകൂല്യം നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ആവശ്യമുണ്ട്. നമ്മളതേ സമയത്ത് ഇപ്പം 42 ലക്ഷം കുടുംബങ്ങളുടെ പാതി എണ്ണത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക. എന്തിനാ ഇൻഷുറൻസ് കൊണ്ടുവരുന്നത്? സർക്കാർ നേരിട്ട് റീഇംബേഴ്സ് ചെയ്താൽ പോരെ? അതല്ലേ ചിലവ് കുറവ്. അപ്പോൾ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ ഒരു കാരണവുമില്ലാതെ തകർക്കുന്ന ഏർപ്പാടാണത്. ഇപ്പോൾ ഒരാൾക്ക് പ്രീമിയമായി ഇപ്പോൾ 10-30,000 ഉറുപ്പിക വെച്ച് സർക്കാർ അടയ്ക്കുകയാണ് എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഈ സർക്കാർ ആശുപത്രികളിൽ നിന്ന് മൊത്തം ബിസിനസ് സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണോ? ഏതാണ്? സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലെന്ന്. രാഹുൽ ഗാന്ധിക്ക് ഒരു ധാരണയില്ല. അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയിലെ ആശുപത്രികളെക്കുറിച്ച് ധാരണയുള്ളൂ. കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഇത്ര വിപുലമായിട്ട് എല്ലാ തലങ്ങളിലേക്കും പരന്നു കിടക്കുന്ന ഒന്നാണ് എന്നതിനെക്കുറിച്ച് ധാരണയില്ല. യഥാർത്ഥത്തിലേ 2017 ഈ ആയുഷ്മാൻ ഭാരത് വന്നത്. നമ്മുടെ മുഴുവൻ തലവേദന ഈ കേന്ദ്ര സർക്കാർ 10 ലക്ഷം പേർക്ക് ചെറിയൊരു തുക തരും, ഒരാൾക്ക് വെച്ച്. കേരളത്തിൽ 10 ലക്ഷം പേർക്ക് വേണ്ടി ഇൻഷുറൻസ് നടപ്പാക്കാൻ പറ്റും. നമ്മളൊരു 42 ലക്ഷം പേർക്കെങ്കിലും പാതി ആളുകൾക്ക് നൽകുന്നതെന്ന് വേണം. പക്ഷേ
എല്ലാ കോർപ്പറേറ്റ് ആശുപത്രികളിൽ ഇതിനുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ അവിടെ പോവുകയും, കാരണം കോർപ്പറേറ്റ് ആശുപത്രിയിൽ സർക്കാരിലെ പണം കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ ചർച്ച ചെയ്ത് ഓരോ ഹെൽത്ത് പ്രൊസീജിയറിനുള്ള റേറ്റ് താത്തി വെച്ചു. നമ്മുടെ പൊതു ആശുപത്രിയിലെ ചെലവ് നോക്കി അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇടത്തരം ആശുപത്രികൾക്ക് ആ റേറ്റ് നൽകാൻ പറ്റും, വൻകിട ആശുപത്രികൾക്ക് പറ്റത്തില്ല. പക്ഷെ അവർക്ക് വരാനുള്ള ചോയ്സ് ഉണ്ട്, ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. അങ്ങനെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ അഷുറൻസ് പ്രോഗ്രാമിൻ്റെ 80% ചെല്ലുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിലേക്കാണ്. ഇതിനാകെ അട്ടിമറിക്കുന്ന പരിപാടിയാണെന്നത്. അപ്പോൾ ഇത് മനഃപൂർവ്വം എന്ന് വെച്ചാൽ മനഃപൂർവ്വമില്ല, വിവരമില്ലാത്തതുകൊണ്ടാണെന്ന്. എന്താണ്, എങ്ങനെയാണ് ഈ കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഉരുത്തിരിഞ്ഞു വന്നതെന്നുള്ളത്? ശ്രീ കെ ജെ ജേക്കബ്, താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഇത് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തതാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഡോക്ടർ SS ലാലിനെ പോലെ IMAയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന ഒരാൾ പഠനം നടത്തിയിട്ടാണ് ഈ ആരോഗ്യ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് UDF ചിന്തിച്ചു തുടങ്ങിയതെന്ന് നമ്മൾ കഴിഞ്ഞ 6 മാസമായി കേൾക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, നമ്മളിൽ നിന്ന് രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 25 ലക്ഷമായി ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചു എന്ന്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ചിന്തയില്ലാത്തൊരു പ്രവൃത്തി എന്നുള്ളതാണോ, അതോ UDF എന്ന നിലയിൽ ഇവിടെ പഠിച്ച് ചെയ്ത കാര്യങ്ങളാണോ? നമ്മൾ ഈ ഡോക്ടർ ലാലിന്റെ ആ റിപ്പോർട്ടിൽ ഇത്തരമൊരു ഇൻഷുറൻസ് ബേസ്ഡ് ആരോഗ്യ സംവിധാനത്തെ കുറിച്ചല്ല പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 10,000 കോടി 11,000 10,000 11,000 ഇടയ്ക്ക് കോടി രൂപയാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ ചെലവാക്കി. അങ്ങനെയല്ലേ ഡോക്ടർ ആരോഗ്യ മേഖലയിൽ 10,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കൂ, നമ്മളുടെ ഇപ്പം ജില്ലാ ആശുപത്രികൾ, നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ താലൂക്ക് ആശുപത്രികൾ, അവിടെയൊക്കെ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇത്തരം ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഇൻഷുറൻസ് സെഗ്മെന്റിലേക്ക് കൊടുക്കുന്നതിന് പകരം വി ആർ അറ്റ് ദ കസ്പ് എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ അറ്റത്ത് നിൽക്കണം. കാരണം വലിയ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ഇൻഷുറൻസിന് വേണ്ടി ചെലവാക്കുന്ന പണം കൂടി നമ്മൾ ചെലവാക്കിയാൽ നമുക്ക് സർക്കാർ മേഖലയിൽ ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കാൻ പറ്റും. വി ക്യാൻ മേക്ക് ദിസ് എൻറ്റയർ ഇൻഷുറൻസ് ബിസിനസ് റിഡൻഡന്റ് ഇൻ കേരള. കാണുന്നത് ഗവർണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര ലഘുവായിട്ടാണ് കോൺഗ്രസ് കാണുന്നത് എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 പ്രഖ്യാപനങ്ങൾ. അടുത്തത്, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനമാണ്. Is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി, കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1,000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൗജന്യം കേരളത്തിലെ സ്ത്രീകൾക്കാകെ ആവശ്യമുണ്ടോ, എക്രോസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതില്ലേ, ആദ്യം കോളേജിൽ പോണ പെൺകുട്ടികളുടെ 1000 രൂപയുടെയൊക്കെ പല സംസ്ഥാനങ്ങളിലും സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ യുക്തി എന്താണെന്നറിയാം? സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു ആനുകൂല്യം കൊടുത്താലേ അവരെ ആകർഷിക്കാൻ പറ്റൂ. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മുദ്രാവാക്യമുണ്ടല്ലോ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച്. എന്നാൽ കേരളത്തിൽ വ്യത്യസ്തമാണെന്ന്. കേരളത്തിലെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് കോളേജുകളിൽ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 1000 രൂപ കൊടുക്കുന്നത് വല്ല അർത്ഥമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പുറത്ത് തെലങ്കാനയിലും കർണാടകത്തിലും ഒക്കെ നടപ്പാക്കിയത് കേരളത്തിന്റെ സാഹചര്യം കണക്കാക്കാതെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യണം. എന്താ കേരളത്തിൽ വേണ്ടത്? കേരളത്തിൽ വേണ്ടത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കോളേജിൽ പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, ജോലിക്ക് പ്രാപ്തരാക്കുന്നില്ല. അതുകൊണ്ട് പഠിക്കണ വേളയിൽ തന്നെ അവർ ജോലിക്ക് ഉള്ള സ്കില്ലിങ്ങിന് സ്വമേധയ തയ്യാറാവണം.
അങ്ങനെ സ്കിൽ കോഴ്സ് എടുത്താൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ധനസഹായം കൊടുക്കണം. അത് കഴിഞ്ഞാൽ പഠിത്തം തീരുമ്പോൾ ജോലി കിട്ടുന്നു. പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ 47% അല്ലേ തൊഴിലില്ലായ്മ ഇന്ന് കേരളത്തില്. അപ്പോൾ അവിടെയാണ് വേണ്ടത്. അപ്പൊ കേരളത്തിന്റെ ഈ പ്രത്യേകത മനസ്സിലാക്കാതെ വടക്കേ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പുറകിലാണ്. അതുകൊണ്ട് 1000 രൂപ വെച്ച് അവർക്ക് ഇതാണ് മാതൃക. എത്ര ഗൗരവ ചിന്തയില്ലാതെയാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഈ മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ മധ്യപ്രദേശിലായിക്കൊള്ളട്ടെ, ഏറ്റവും ഒടുവിൽ ബീഹാറിലായിക്കോട്ടെ, ഈ ലഡ്കി ബഹിൻ പദ്ധതിയാണ് വലിയ തോതിൽ വോട്ടർമാരെ ആകർഷിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയേറ്റ് 3 മാസത്തിനകം റിക്കവർ ചെയ്ത് അധികാരത്തിലെത്താൻ, ശിവസേന BJP സഖ്യത്തിന് അധികാരത്തിലെത്താൻ കാരണമായിട്ടുള്ളത് ഈ ലഡ്കി ബഹിൻ പദ്ധതിയാണ്. ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ ബസ്സുകളിൽ പോയി സ്ത്രീകളായിട്ടുള്ള വോട്ടർമാരോട് പറയുകയാണത്, അടുത്ത തവണ UDF വന്നാൽ നിങ്ങളുടെ യാത്ര സൗജന്യമായിരിക്കും. പ്രചരണാത്മകമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് അത് എന്നുള്ള കാര്യത്തിൽ അങ്ങ് സമ്മതിക്കുമോ? ഈ കോളേജ് കുട്ടികൾക്ക് 1000 രൂപ ഒരു പ്രചരണം ട്രാക്ഷൻ കൊണ്ടുവരാൻ പോകുന്നില്ല. എന്നാൽ ബസ്സിൽ നിങ്ങൾക്ക് ഇനി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ചെവി അതിനുണ്ടാവും. കർണാടകത്തിലുണ്ടായി. അപ്പോ അതിന്റെ ഫലം എന്താ കർണാടകത്തിൽ ഉണ്ടായത്? കർണാടകത്തിൽ അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നാശത്തിലേക്ക് പോയിരിക്കുക. കേരളത്തിലെ KSRTC കഴിഞ്ഞ 10 വർഷമായിട്ട് 12,000 കോടി രൂപ സർക്കാർ ധനസഹായം നൽകിയാണ് പതുക്കെ ഇപ്പൊരു ബ്രേക്ക് ഇവനിലേക്ക്. അക്യുമുലേറ്റഡ് ലോസ് ഒക്കെ അവിടെ കിടക്കുന്നു. വരവും ചെലവ് ഒപ്പിച്ചു പോകുന്ന നിലയിലേക്ക് എത്തുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? അവിടെ എങ്ങനെയാണ് പാതി ആളുകളെ യാത്രക്കാർ ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കോർപ്പറേഷന്റെ ഗതി എന്താവും? അതല്ലെങ്കിൽ സർക്കാർ മുഴുവൻ പണം കൊടുക്കാൻ തയ്യാറാവണം. UDFന്റെ ഭരണകാലത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത്, എല്ലാവരിൽ നിന്നും പണം വാങ്ങിയിട്ടും അത് നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് KSRTC. അവിടെ നിന്നാണ് ഇത്രയും കൊണ്ടുവന്നത്. അത് ചെറിയ പരിപാടിയല്ല. വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം. അൺഎക്കണോമിക് ആയിട്ടുള്ള ചില റൂട്ടുകൾ വേണ്ടെന്ന് വെക്കുന്നു. അതൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ റൂട്ട് വിട്ടിട്ടുള്ള സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടി കൊടുക്കുന്നു. ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തൊരു 13 കോടിയിലേക്ക് എത്തിച്ചിരിക്കുക. അപ്പോഴാണ് പാതി പേരുടെ ഈ ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTCയുടെ ഗതി എന്തായിത്തീരുമെന്ന്. അപ്പോൾ ഉണ്ടാവും പണച്ചു കഴിഞ്ഞാൽ ഇപ്പൊ KSRTCയുടെ വലിയ സാന്നിധ്യം കേരളത്തിലുണ്ട്. ഫലത്തിലെ സാന്നിധ്യം കുറയാൻ പോയ കാരണം ഇത് ഓടിക്കാൻ കഴിയില്ല, നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഗണേഷ് കുമാർ ആണ് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞത്, അയാളുടെ എക്സാസ്പിറേഷൻ. കാരണം ഇത് ഇവിടം വരെ ഒന്ന് എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് പാതി ടിക്കറ്റ് വേണ്ട എന്ന് വെക്കാൻ പോണത്. KSRTCയുടെ മരണമായിരിക്കട്ടോ, വോട്ട് കിട്ടാൻ വേണ്ടി പ്രചരണത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇതിന്റെ ആത്യന്തിക ഫലം ഇതായിരിക്കും. 12,000 കോടി രൂപ 10 വർഷം 1000 കോടി വെച്ച് നൽകി അതിനെ നിലനിർത്തിക്കൊണ്ടു വന്നിരിക്കുന്നു. ഇപ്പൊ ഏതാണ്ട് ഈ കൊടുത്ത 12,000 ഒന്നും എനിക്ക് കിട്ടൂല, അതൊക്കെ എഴുതി തള്ളുന്നത് നല്ലത്. പക്ഷെ അത് ഒരു ലാഭത്തിലേക്ക് വർക്കിമനിലേക്ക് വരുന്നൊരു സന്ദർഭത്തിൽ അതിന്റെ കണക്ക് കത്തി. ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരിക്കും. കാരണം ആളുകൾ ഫ്രീ ആയി കിട്ടുമെങ്കിൽ KSRTCയിലേക്ക് പോകും. സ്വകാര്യ ബസ്സുകളും ഏതാണ്ട് നിർത്തൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക്. കർണാടകത്തിൽ സ്വകാര്യ ബസ്സിലില്ല, സർക്കാർ ട്രാൻസ്പോർട്ട് ബസ്സിലേ ഉള്ളൂ. അപ്പോൾ ഫലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്വകാര്യവൽക്കരണം ഒരിക്കലും നടക്കാൻ പോകുന്നു. സ്വകാര്യ ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. ഇത് ബാധകമല്ലാത്ത KSRTC ബാധകമാണ്. അവർക്ക് ഇത് ഓടിക്കാൻ പറ്റത്തില്ല. അവർ പതുക്കെ പിൻവാങ്ങുന്നു. സ്വകാര്യ ബസ്സുകൾക്ക് വേണ്ടിയിട്ട് യാത്രാ സൗകര്യത്തിന് വേണ്ടി ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു.
നമ്മുടെ ബസ് സർവീസിന്റെ സ്വകാര്യവൽക്കരണത്തിലേക്കാണ് നയിക്കുക. ക്ഷേമ പെൻഷൻ 3000 രൂപ നേരത്തെ 2021 ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണ് കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചത്. 6000 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും. അപ്പോൾ ഒരു വർഷം 72,000 ഉറുപ്പിക കിട്ടും. അന്നും ഉണ്ടായിരുന്നു പരിഭാഷയൊക്കെ. വളരെ ആവേശത്തോടു കൂടിയാണ് ആ പരിഭാഷ പ്രാസംഗിക പറഞ്ഞത്. പുതിയ പരിഭാഷകനുണ്ട്. Welfare pensions increased to 3,000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. 3000 ഉറുപ്പ്യ. അപ്പോൾ നിങ്ങളിപ്പോൾ 2000 ഉറുപ്പ്യ കൊടുക്കുന്നുണ്ട്, അത് 3000 ഉറുപ്പ്യാക്കും എന്നാണ് പറയുന്നത്. അതെ, നല്ല കാര്യമല്ലേ? അല്ല, 3000 ആക്കണമെന്ന്, പറ്റുന്നതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരണമെന്ന്. പക്ഷെ ഇത് പറയാനുള്ള അവകാശം ഇടതുപക്ഷത്തിനേ ഉള്ളൂ. കാരണം ഈ 2000 രൂപ കൊടുത്തതിൽ UDF സംഭാവന 100 രൂപയാണ്. അതും 18 മാസത്തെ ഗ്യാപ്പും. അതാണ് അവരുടെ സംഭാവന. അപ്പോൾ ആയ കാലത്തൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ വന്നാൽ ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമ്മളും പറയും നമ്മൾ ചെയ്യും, ഉറപ്പല്ലേ? ആരെ വിശ്വസിക്കുക ജനം? ഈ UDF LDF അങ്ങനെ ചോദ്യം. വിശ്വാസ്യതയുടെ പ്രശ്നമില്ലെന്ന് അവര് 5 വർഷം ഭരിച്ചപ്പോ 10,000 കോടി താഴെയല്ലോ കൊടുത്തത്. ഇപ്പോ 5 വർഷം കൊണ്ട് ഏതാണ്ട് 50,000 കോടിയിലേക്ക് എത്തിയില്ലേ? എന്ത് വ്യത്യാസം ഇത്? അപ്പൊ എല്ലാവരും തർക്കം, ഞങ്ങളെ കുടിശ്ശിയാക്കിയോ ഇല്ലയോ മറച്ചതെന്നൊക്കെ പറഞ്ഞുള്ള സംശയമാണ്. ഞാൻ പറയണത് അത് ആ തർക്കത്തിലേക്കല്ല വേണ്ടത്. എത്ര കൊടുത്തു നിങ്ങൾ 5 വർഷം കൊണ്ട് 10,000 കോടി താഴെ, 32 ലക്ഷം ആളുകൾ. ഇപ്പോഴോ 62 ലക്ഷം. അതാണ് 50,000 കോടി 5 വർഷം കൊണ്ട്. അപ്പം അതുകൊണ്ട് ഈ പാവപ്പെട്ടവര് ഈ 3000. എൻ്റെ അത്ഭുതം എന്താണെന്നറിയോ? ഞാൻ വിചാരിച്ചു ഇദ്ദേഹം 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പറഞ്ഞ ആള് ഒരു 5,000 രൂപ പ്രഖ്യാപിക്കുന്ന. അത്രയും കാറ്റ് അവിടെ ആവശ്യം വരുന്നില്ല. അതായത് 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പ്രഖ്യാപിച്ച അത്രയും കാറ്റ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിലില്ല, വരുന്നില്ല. അപ്പോൾ എന്ത് ഈ 3000 നിർത്തിക്കളഞ്ഞെന്നുള്ളതാണ്. കാരണം അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല എന്നൊരു തോന്നൽ വന്നുകൊണ്ടായിരിക്കും കേട്ടോ ഈ 3000 നിർത്തിക്കളഞ്ഞത്. ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത വായ്പ. ഞാൻ KJ ജേക്കബിലേക്ക് വരാം, അതുകൂടെ കേൾക്കട്ടെ. രാഹുൽ ഗാന്ധി പറയുന്നത് Up to 5 lakh interest-free loans for youngsters who want to start their businesses. അതിൽ 5 ലക്ഷം വരെയുള്ളവർക്ക്, അതിൽ 5 ലക്ഷം വരെ ചെറുപ്പക്കാർക്ക്, പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് സൗജന്യമായി കടം, ഫ്രീ ലോൺ നൽകുന്നതിനായിരിക്കും ഉപയോഗപ്പെടുത്തുക. ആരാ സംസാരിക്കണേ? തർജ്ജമ നമ്മുടെ മറ്റേ അബ്ദുൽ സമദ് സമദാനി, മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗം അബ്ദുൽ സമദ് സമദാനി. അദ്ദേഹം നല്ല സാഹിത്യത്തിലേക്ക് പറഞ്ഞ ആള്. അദ്ദേഹത്തിന് കുറേ ഭാഷകൾ അറിയാം, പക്ഷേ ഈ ട്രാൻസ്ലേഷൻ പാളി. Named after ഉമ്മൻചാണ്ടി, മരണശേഷം എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അത് സാറില്ല, അതൊക്കെ തെറ്റാം. ഒന്ന് എത്ര പേർക്കെന്ന് പറഞ്ഞിട്ടില്ല. യുവാക്കൾക്ക് കൊടുക്കുന്നല്ലേ ഉള്ളൂ. ഒരാളായാലും യുവാവാക്കണം, അല്ല രണ്ടുപേരും വേണം, രണ്ടുപേരും യുവാക്കൾ. ഇതൊക്കെയാണ് ഈ ഗ്യാരണ്ടിയുടെ വാചകടിയുടെ പ്രത്യേകത. എത്ര പേർക്ക് ഇല്ല. ഇനി ഇപ്പം നിലവിലുള്ള സബ്വെൻഷനുള്ള വായ്പകളുണ്ട്, അതിൻ്റെ ബാക്കിയുള്ളത് കൂടി സർക്കാർ ഏറ്റെടുക്കുകയാണോ? നൽകേണ്ടതാണെന്ന്. ഇൻട്രസ്റ്റ് സബ്വെൻഷനൊക്കെ നൽകേണ്ടതാണ്. ഇപ്പോൾ കുടുംബശ്രീക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് എടുക്കുന്ന വായ്പകൾ 4% പലിശരഹിത വായ്പയാണ്. പലിശരഹിത വായ്പ. അപ്പോൾ ഇൻട്രസ്റ്റ് പലിശ നൽകുന്ന ഏർപ്പാടും സംരംഭകർക്കുണ്ട്. കുടുംബശ്രീയുടെ സംരംഭം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്, പാതി ഇൻട്രസ്റ്റ് എടുക്കുന്നു. അപ്പോൾ നിലവിലുള്ളതാണ്. ഇത് വിപുലപ്പെടുത്തേണ്ട തർക്കമൊന്നുമില്ല, വിപുലപ്പെടുത്തേണ്ടതാണ്. എൻ്റെ ആകെ ആക്ഷേപം വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നുള്ളതുകൊണ്ട് കൊടുക്കേണ്ടത് തന്നെ.
നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ, സംരംഭകർ, അവർക്കൊക്കെ നമ്മൾ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള വായ്പകൾ നൽകാൻ പറ്റണം. അതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല. പക്ഷെ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ എത്ര പേർക്ക് എന്നുള്ള പറയാൻ പറ്റണ്ടേ? അല്ലാതെ ഒരു പ്രസ്ഥാനം നടത്തിയിട്ട് എന്താ കാര്യം? എല്ലാ യുവാക്കൾക്കും എന്നാണെങ്കിൽ എല്ലാ യുവാക്കളും ചോദിക്കുന്നവർക്കും കൊടുക്കൂ. പലിശരഹിത വായ്പയാണെങ്കിൽ ഞാൻ ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ അത് തന്നെ പ്രശ്നം. അപ്പോൾ ഇതിന്റെ നിബന്ധനകൾ ഉണ്ടാവണം. അതിന്റെ ഡ്യൂ പ്രോസസ് ഉണ്ടാവും. ഒരുപക്ഷെ പിന്നീട് പറയുമായിരിക്കും. പക്ഷെ എത്ര പേർക്കെങ്കിലും എന്ന് പറയേണ്ടതാണ്. വർഷം തോറും 1000 സംരംഭകർക്ക് അല്ലെങ്കിൽ 10,000 സംരംഭകർക്ക് പലിശരഹിത 5 ലക്ഷം രൂപ വെച്ച് വായ്പ നൽകും എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണ്. ഇതങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം എന്ത് വിശ്വാസ്യതയാണ് ഇതിനുള്ളത്? ശ്രീ കെ ജെ ജേക്കബ്, ഈ മോദി ഗ്യാരണ്ടി, വെൽഫെയർ ഗ്യാരണ്ടികൾ ഇങ്ങനെ രണ്ടായി തിരിഞ്ഞു നിൽക്കുകയാണല്ലോ. ഈ ഒരു മത്സരം തന്നെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വടക്കേ ഇന്ത്യയിലും പിന്നീട് ദക്ഷിണേന്ത്യയിലും ഒക്കെ കണ്ടിട്ടുള്ളത്. കേരളത്തിലേക്കും അത് വരികയാണോ? ഇപ്പോൾ ഐസക്കിൻ്റെ നേതൃത്വത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. ഐസക്ക് അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല ഇപ്പോൾ. പക്ഷേ ആ നിലയിലുള്ള ഒരു യുദ്ധമായിരിക്കുമോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുക? അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ നമ്മൾ സ്പെസിഫിക്സിന്റെയും പിന്നെ ക്രെഡിബിലിറ്റിയുടെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരല്ലോ, കാര്യങ്ങൾ നടക്കുന്ന കാര്യമല്ലേ പറയാൻ വേണ്ടി പറ്റൂ. ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീ സതീശൻ അദ്ദേഹത്തിന്റെ പുതുയുഗയാത്ര തുടങ്ങുമ്പോൾ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു രേഖ പുറത്തിറക്കി. അത് കഴിഞ്ഞ് തൃശ്ശൂർ വെച്ച് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖ പുറത്തിറക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും കേരളത്തെ മൊത്തമായി പുനഃസംഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പലതരം പദ്ധതികൾ വരും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പിന്നെ ഒന്നും കണ്ടില്ല. ഈ നോഷണൽ, അതായത് പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് UDF മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അത് നമ്മൾ വയനാട്ടിൽ നമ്മളത് കാണുന്നുണ്ട്. ഈ ഒരു ഗവർണൻസുമായി ബന്ധപ്പെട്ട സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യരോട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ UDFന് യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെയാണ്. അതാണ് നമ്മൾ ഇവിടെ ശ്രീ കെ ജെ ജേക്കബ്, ഇപ്പോൾ PD സതീശൻ താങ്കൾ പറഞ്ഞ ചില പ്രഖ്യാപനങ്ങൾ പാതി വഴി നിർത്തുകയും ബാക്കിയുള്ളത് സസ്പെൻസ് ആണ് എന്ന് പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ സസ്പെൻസിന്റെ പൂർത്തീകരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ LDF പഠന കോൺഗ്രസ് നടത്തിയിട്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. മാത്രമല്ല LDFിൻ്റെ പ്രകടന പത്രികയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 98% മുകളിലുമാണ്. UDF അങ്ങനെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒന്നും പ്രകടന പത്രികയുടെ കാര്യത്തിൽ പാലിക്കാറില്ല. പ്രകടന പത്രിക തെരഞ്ഞെടുപ്പിലെ ഒരു ജുംല ആയിട്ട് തന്നെയാണ് UDF കണ്ടിട്ടുള്ളത്. ആ നിലയിൽ മുൻപ് MMS എന്ന UDF കൺവീനർ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പഠനം അർഹിക്കാത്ത ഒരു മേഖലയാണോ ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത്? അങ്ങനെയല്ല, അത് ഒരിക്കലും ആയിരിക്കരുത്. പക്ഷെ അതാണ് ഞാൻ ഈയിടെ വയനാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് UDF നേതാക്കന്മാരെ കുറിച്ച് അവരോട് സംസാരിക്കുക ഞാൻ പറയുന്നത്, സർക്കാരുകൾക്ക് പലപ്പോഴും പിഴവുകൾ പറ്റാറുണ്ട്. പക്ഷെ പ്രതിപക്ഷം ഡിഫെൻസീവായി പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ല. സർക്കാർ പലപ്പോഴും ഡിഫെൻസീവ് ആവും, പക്ഷെ പ്രതിപക്ഷം ഡിഫെൻസീവ് ആകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ കേരളത്തിൽ നമ്മളിപ്പോൾ കാണുന്ന പ്രതിപക്ഷം ഡിഫെൻസീവ് ആകുന്നതാണ് ഒട്ടേറെ കാര്യങ്ങളിൽ. ഞാൻ ഈ വയനാടിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തറക്കല്ലിട്ടിട്ട് പോലും അവർക്ക് ഒരു കല്ലും കൂടി വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഞങ്ങൾ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇപ്പം ശ്രീ ഡോക്ടർ ലാലിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഡോക്യുമെന്റിൽ പോലും ഇപ്പോൾ സർക്കാരിലുള്ള ചില ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യും എന്നുള്ളതല്ലാതെ നമ്മൾ ഇതിനെ പുനഃസംഘടിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും നമ്മൾ കണ്ടില്ല. എഡ്യൂക്കേഷൻ രേഖയിൽ കണ്ടില്ല. അദ്ദേഹം കേരളത്തിന് വേണ്ടി പറയുമെന്ന് പറഞ്ഞ സർപ്രൈസ് പ്രഖ്യാപനങ്ങളൊന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ അകത്തേക്ക് ഒരു തോട്ട് കടക്കുന്നില്ല. ഇത് ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം UDFകാർ മറന്നുപോയിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വിളിച്ച് പറയുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ UDFനെ കാണുന്നത്. അവർ കുറെ കൂടി പ്രതിപക്ഷത്താണെങ്കിൽ പോലും കുറച്ചുകൂടെ ഉത്തരവാദിത്തം അവർ കാണിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ പ്രത്യേകമായ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ പരിഹാരങ്ങൾ കാണാനും അതിനുള്ള പ്രായോഗികമായ കാര്യങ്ങൾ കാണാനുമുള്ള കമ്മിറ്റ്മെന്റിന്റെ കുറവാണ് UDFന്റെ ഈ പ്രസ്താവന. ഡോക്ടർ ഐസക്, രാജ്യം അത്ഭുതത്തോടെ നോക്കുന്ന ഒരു പുതിയ മാതൃക UDF കൊണ്ടുവരും, ന്യൂ കേരള.
വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെ എടുത്ത് വീശുന്നതാണ്. നിയോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പുതിയ എന്നുള്ള. അത് സോഷ്യൽ സയൻസിൽ ഡെറഗേറ്റീവ്, മോശം അർത്ഥത്തിൽ, പുതിയതാണ് പക്ഷെ മോശമാണെന്നുള്ള അർത്ഥം. നിയോ കൊളോണിയൽ, നിയോ ഫാസിസ്റ്റ്, നിയോ ലിബറൽ. നിയോ ലിബറൽ, ഇതാണ്. അതേസമയത്ത് നാച്ചുറൽ സയൻസിൽ അങ്ങനെയല്ല. നിയോ നെറ്റൽ, നവജാത ശിശുക്കളുടേത്. നിയോ ക്ലാസിക്കൽ, ക്ലാസിക്കൽ ആർക്കിടെക്ചറിൻ്റെ പുതിയ വേർഷൻ എന്നുള്ള അർത്ഥം. ശാസ്ത്രത്തിൽ പലപ്പോഴും ഈ നിയോലിത്തിക്, നവീന ശിലായുഗം. പക്ഷേ സോഷ്യൽ സയൻസിലെ ഐഡിയോളജിക്കൽ ഡിബേറ്റുകളിൽ നിയോ എന്ന് പറയുന്നത് മോശം എന്നുള്ള അർത്ഥത്തിലാണ്. നല്ല അർത്ഥത്തിൽ, നല്ലതെന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിൽ പോസ്റ്റ് ഉപയോഗിക്കുക. പോസ്റ്റ് കൊളോണിയൽ, പോസ്റ്റ് മാർക്സിസ്റ്റ്, പോസ്റ്റ് ചേർത്താണ്, പോസ്റ്റ് മോഡേണിസം. നിയോ ചേർക്കുന്നത് ഡെറഗേറ്റീവാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ വിശേഷണമായിട്ട്, പ്രഫിക്സായിട്ട്, ഉപസർഗം നിയോ ചേർക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ഒരു വിശകലന രീതിയാണ് കേട്ടോ. ഞാൻ കേട്ടപ്പോൾ തന്നെ ഇത് എന്താ ഈ പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് കേരളത്തിന് നിയോ കേരളയല്ല ഉണ്ടാക്കേണ്ടത്, നവകേരളമാണ് ഉണ്ടാക്കേണ്ടത്. ഇനിയിപ്പോൾ ആണെങ്കിലും അദ്ദേഹം പറയണം പോസ്റ്റ് കേരള മോഡൽ ഞങ്ങളുടെ നിലപാടാണ്. ഫൈൻ, കേരള മോഡൽ മോശമായതുകൊണ്ടല്ല. പക്ഷെ അദ്ദേഹം പറയണമെന്നറിയോ, ഞാൻ ആ സെന്റൻസ് വായിച്ചു ബി.ഡി. സതീശൻ്റെത്. കേരള മോഡൽ കാലഹരണപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ന്യൂ കേരള മോഡൽ. ഇതാണ് പ്രയോഗം. കേരള മോഡൽ എന്താ? കേരള മോഡൽ പാവപ്പെട്ടവർക്ക് ക്ഷേമം, നല്ല ജീവിതം ഉറപ്പുവരുത്തുന്നു. താഴ്ന്ന വരുമാനത്തിൽ പോലും ത്രൂ റീഡിസ്ട്രിബ്യൂഷൻ അവർക്ക് സർക്കാരിൽ നിന്ന് വിദ്യാഭ്യാസവും ആരോഗ്യം കൊടുക്കുന്നു, സാമൂഹ്യ സുരക്ഷ കൊടുക്കുന്നു, നല്ല കൂലി മേടിച്ചു കൊടുക്കുന്നു, ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവന് കുറച്ച് മേടിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ്. അത് പോരാ, അതിനപ്പുറം പോകണം. ഇത് കാലഹരണപ്പെട്ടതുകൊണ്ടല്ല, നാളെ ഇത് വേണമെന്ന്, നാളെയും പാവപ്പെട്ടതിന് കേരളത്തിൽ സുരക്ഷ പോകണം. അവന് നല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, ആധുനികമായ തൊഴിലുകൾ, വ്യവസായങ്ങൾ വരണം. അപ്പോൾ പാരഡൈം ഷിഫ്റ്റ്, അതിലേക്ക് നമ്മൾ ക്ഷേമ പ്രവർത്തനങ്ങൾ പോരാ, പശ്ചാത്തല സൗകര്യങ്ങൾക്കും മറ്റും മുതൽ മുടക്കണം. ഇങ്ങനൊരു മാറ്റം വരണം കേരളത്തിലെ ഡെവലപ്മെന്റ് പാരഡൈമിൽ. അത് ന്യൂ കേരള മോഡലല്ല, കാലഹരണപ്പെട്ടുകൊണ്ട് വരുന്നതല്ല. എന്താ സതീശന്റെ പ്രശ്നം എന്നറിയോ? ഈ നവം എന്ന് പറയാൻ വയ്യ. നവകേരളം എന്നുള്ളത് ഒരു 10 വർഷമായിട്ട് ഇപ്പുറത്ത് ബ്രാൻഡ് ചെയ്യപ്പെട്ട് അതിനൊരു പ്രത്യേക അജണ്ടയും ഉള്ളടക്കവും ഒക്കെ ഈ പഠന കോൺഗ്രസ്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്താണ് നവകേരളം എന്ന് പറയുന്നത്? അപ്പോൾ പിന്നെ നവകേരളം പറയാ. അപ്പം അതുകൊണ്ട് ഒരു ന്യൂ ചേർത്ത് ആരും കാണാത്തൊരു അത്ഭുതം ന്യൂ കേരളം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ടത് നവകേരളം പറയാൻ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് കേരള മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി യുദ്ധമായിരിക്കും. ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിക്ക് വിമർശനമുണ്ട്. അതായത് ഇന്ത്യ ബ്ലോക്കുമായി സഹകരിക്കുന്ന പാർട്ടിയാണ് CPM എങ്കിലും CPM കേരളത്തിൽ CJP ആണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. In fact, in Kerala, it is not the CPM and the BJP. കേരളത്തെ സംബന്ധിച്ച് പ്രശ്നം CPI BJP എന്നതല്ല, It is the CJP. അത് CJP എന്നുള്ളതാണ്. സെയിം. അദ്ദേഹം കോൺഗ്രസിന് നേതാവെന്നുള്ള രീതിയിൽ കേരളത്തിൽ വന്നാൽ കോൺഗ്രസിനെ പിന്താങ്ങി സംസാരിക്കണം. യാതൊരു സംശയമില്ല, തർക്കമില്ല കാര്യത്തിൽ. കേരളത്തിൽ കോൺഗ്രസും CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും, ഇന്ത്യ മുന്നണി ബ്ലോക്കിന്റെ ഭാഗമാണെങ്കിലും, അന്നേ പറഞ്ഞിട്ടുള്ളതാ, ഇന്ന് പറയണതല്ല. നമുക്ക് കേരളത്തിൽ യോജിപ്പുണ്ടാകാൻ പറ്റില്ല. ബംഗാളിൽ യോജിച്ച് മത്സരിച്ചിട്ടുണ്ട്, കേരളത്തിൽ പറ്റത്തില്ല. വേറെ പല സ്ഥലത്തും സഹകരിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഇത് സമചിത്തയോടെ, പക്വതയോടെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട്
ഏത് പാർട്ടിയെക്കുറിച്ചാണ് പറയണേ? 2004 മുഴുവൻ കോൺഗ്രസ്സുകാരെയും ഇവിടെ തോൽപ്പിച്ച ശേഷം ഡൽഹി ചെന്നിട്ട് അടുത്ത ആഴ്ച അൺകണ്ടീഷണലായിട്ട് BJPയെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതാ ഈ പാർട്ടി. ഇതാണ് എൻ്റെ ട്രഡീഷൻ. അതെങ്കിലും ഇദ്ദേഹം ഒന്ന് ഓർക്കണ്ടേ ഇവിടെ ഒന്ന് CJP പറയുമ്പോൾ? അപ്പോൾ ആ രീതിയിലൊരു രാഷ്ട്രീയ പക്വത ഇദ്ദേഹത്തിന് പ്രദർശിപ്പിക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഒരു ഒപ്പോസിഷൻ പാർട്ടി ആപ്പ്, കെജ്രിവാൾ, അവരഭിമാനം കൊള്ളാം ഞങ്ങൾ ഇയാളെ ജയിലിലടച്ചെന്നുള്ളത്. ഞങ്ങളെ ജയിലിലടച്ചത് മാത്രമല്ല, ഞങ്ങളാണ് തോൽപ്പിച്ചത്. സി, ഇതൊക്കെ വളരെ നേവായിട്ടുള്ള രാഷ്ട്രീയ വർത്താനങ്ങളാണ്. ഇന്ത്യ ഡിസേർവ്സ് ബെറ്റർ ലീഡേഴ്സ്. അപ്പോൾ കേരളത്തിൽ വന്ന് ഇങ്ങനൊരു പ്രസ്താവന നടത്തുക മാത്രമല്ല, CM-നെതിരായിട്ട് ED ആയിട്ട് എന്നെ ED ചോദ്യം ചെയ്തു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യാത്തത്? പണ്ട് ഇത് ഉന്നയിച്ച സമയത്ത് പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങളെ വേറൊരു പേര് വിളിക്കുമായിരുന്നു പണ്ട്, ഞാനിതിപ്പോൾ വിളിക്കുന്നില്ല. നമ്മള് പക്ഷെ എങ്ങനെയാണെന്ന് നോക്കണം. കേരളത്തിൽ ഇവിടുത്തെ സോണിയാഗാന്ധിക്കെതിരായിട്ട് വന്ന ആക്ഷേപത്തിൽ ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പാർട്ടി ആളുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്, സോണിയയും ബന്ധപ്പെടുത്തി എന്താണ് വന്ന്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി വന്നു. ബേബി പറഞ്ഞു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന്. അത് ഞാൻ പറയില്ല, നിശബ്ദമാരിച്ചു പോയല്ല, പറയില്ല. ഇതൊക്കെയാണ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ് ലെവല് ദേശം അതിൻ്റെ വകതിരിവില്ലെന്നല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. സത്യം പറഞ്ഞാൽ ഇവരെ പോലുള്ളവരൊക്കെ റോള് വഹിക്കാനുണ്ട്. പക്ഷെ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെയുള്ള വർത്താനം പറയല്ല വേണ്ട. ഡൽഹി ചോദിച്ചല്ലോ, സന്തോഷ് കുമാർ ചോദിച്ചു, ബ്രിട്ടാസ് ചോദിച്ചു, നിങ്ങളെന്താ പറഞ്ഞു? എന്തിനത് കേൾക്കണേ? അപ്പോൾ ഇതൊരു വലിപ്പവും സ്ഥാനവും മറന്നുള്ള വർത്തമാനം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുകയാണ്. KJ കബ അക്കാര്യത്തിൽ എന്താ താങ്കളുടെ അഭിപ്രായം? രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ UDF നേതാക്കൾ രാഹുൽ ഗാന്ധിയോടൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുമല്ലോ, നിങ്ങൾ കടന്നാക്രമിക്കണം, നമുക്കിത് ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റോട് കൂടി നേരിടേണ്ട തെരഞ്ഞെടുപ്പാണ്, അത് കേൾക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? ആവാലോ, അദ്ദേഹം പറയണം എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. അത് സംസ്ഥാന സർക്കാരിനെതിരെ, CPM-നെതിരെ, അതിന്റെ പൊളിറ്റിക്സിനെതിരെ ആഞ്ഞടിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, അതിൽ തർക്കമില്ല. പക്ഷെ അദ്ദേഹം നേരത്തെ ഇങ്ങനെയല്ല സംസാരിച്ചിരുന്നത്. ഭാരത് ജോഡോ യാത്ര അദ്ദേഹം കേരളത്തിൽ വന്നപ്പം ഇതേപോലത്തെ ചില CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ചില സ്റ്റിക്കി ആയിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ജാഥ അതിനെക്കുറിച്ചുള്ളതല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തത്. അന്ന് കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ വളരെയധികം യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴും. അതെ, അപ്പം അദ്ദേഹത്തിന് ഒരു നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹത്തിന് ആരോപണങ്ങൾ ഉന്നയിക്കാം, അതിനെ നിശിതമായിട്ട് വിമർശിക്കാം. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റുകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു? മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് ഉണ്ടോ എന്ന് അദ്ദേഹം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതാണ് അതിന്റെ പ്രശ്നം. മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് ഇല്ല. നാടൻ ഭാഷ പറഞ്ഞാൽ മര്യാദകേടാണ്. അദ്ദേഹം അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പാടില്ല. അദ്ദേഹം ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ്, ഇന്ത്യ ബ്ലോക്കിന്റെ നേതാവാണ്. അദ്ദേഹം വസ്തുതാപരമല്ലാതെ രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുന്നത് സങ്കടകരമായ, ദൗർഭാഗ്യകരമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ല. ഡോക്ടർ ഐസക്, അവസാനമായിട്ട് എത്ര പരസ്യം നൽകിയാലും സർക്കാരിൻ്റെ മുഖം നന്നാക്കാൻ കഴിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. നോക്കൂ, നേരത്തെ ഇവിടെ KJ ജേക്കബ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു. അതിതാണ്, പ്രതിപക്ഷത്തിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സാധാരണഗതിയിൽ സർക്കാർ പരാജയപ്പെടുന്നത് കാണാറുണ്ട്, പ്രതിപക്ഷം പരാജയപ്പെടുന്നത് കാണാറില്ല. ഇവിടെ പ്രതിപക്ഷമാണ് ഇവിടെ പരാജയപ്പെട്ടതായി കാണുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത സർക്കാരിന് പണം കൊടുക്കരുതെന്ന് KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ സ്വന്തമായി യൂത്ത് കോൺഗ്രസും പലതരത്തിലുള്ള പിരിവുകൾ നടത്തുന്നു. ഒടുവിൽ ആ പണം എത്രയാണ് പിരിച്ചത് എന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അവർ കേരള ജനതയുടെ മുമ്പിൽ ഒരു സോറി ഫിഗറായി നിൽക്കുന്നു.
ആ ആപ്പ് സാധാരണഗതിയിൽ ആപ്പ് കാണാതാവില്ല, ആപ്പ് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും KPC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടുമാണല്ലോ നമ്മൾ ചോദിക്കുക. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണം വന്നത് എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പൈസ എത്രയാണ് എന്ന് ചോദിക്കാനും അത് മറുപടി KC വേണുഗോപാലിനോട് ചോദിച്ചു ഒരു പെൺകുട്ടി, ഒരു മാധ്യമ പ്രവർത്തക, എത്ര ഫണ്ടാണ് വന്നതെന്ന്. ഹോ എന്നാണ് പറഞ്ഞത്. ഈ പ്രതിപക്ഷം വളരെ പരിശ്രമത്തിലാണ് ഇമേജ് ബിൽഡിങ്ങിന്, അവരുടെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വലിയ തോതിൽ പണവും ചെലവാക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ എല്ലാം കൂട്ട് അതിനുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലും അടുത്ത കാലം വരെ അവർക്ക് വലിയ ഒരു മുൻകൈ നേടുന്നതിന് പണം മുടക്കിയിട്ട് ആൾക്കാരെ എടുത്ത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു. ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ അക്കൗണ്ടുകൾ വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആ നെറേറ്റീവ് അവരുടെ ചെയ്തികളേക്കാൾ സർക്കാരിനെ മുഴുവൻ താറടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ശുദ്ധ നുണകളങ്ങ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിൽ അവരുടെ അനുഭവം വ്യത്യസ്തമാണെങ്കിലും മനസ്സിലുണ്ടാവുന്ന ഇമേജ് സർക്കാരിനെതിരായിട്ട് മാറ്റും. ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിനങ്ങ് നേരിടാൻ സർക്കാരും തീരുമാനിച്ചു. അതുകൊണ്ട് മുൻകാലത്തേക്കാൾ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. ഇനി പത്രങ്ങളിൽ പരസ്യമെങ്കിൽ പരസ്യം, ഇനി പരസ്യമല്ലാത്ത രീതിയിലുള്ള പുതിയ പ്രചരണ രീതികൾ. അപ്പോൾ സർക്കാരും ഇതൊരു ബാറ്റിലാണ് ഇമേജിനെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ അങ്ങ് നേരിട്ടപ്പോൾ പൊളിഞ്ഞെന്ന് ഈ പൊയ്മുഖം അങ്ങ് വീണു തുടങ്ങിയിരിക്കുകയാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന്, ഈ ഒരു കാലത്തും ഒരു സർക്കാരിൻ്റെ കാലത്തും ഈ ഫിനിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവസാനത്തെ ലാസ്റ്റ് മൈൽ, ഇതുപോലൊരു അനുഭവമില്ല. എത്ര പ്രൊജക്റ്റുകളാണ് ഓരോന്നായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പ്രചാരണം, പരസ്യം, ഇതെല്ലാം വരുന്നു. ഈ സർക്കാരിനെ കുറിച്ച് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു നെറേറ്റീവ് പൊളിഞ്ഞു എന്നുള്ള ഒരു സംശയമില്ല. ഇപ്പം മാധ്യമങ്ങൾ പലരും സർവേകൾ നടത്തിയിട്ടുണ്ട്. ഏത് സർവേയിലാണ് സർക്കാർ മോശമായിരിക്കുന്നത്? എവിടെയും 165 ദിവസവും സർക്കാരിനെതിരെ പറയുന്ന മാധ്യമങ്ങൾ നടത്തുന്ന പോലും സെയിം ആ നെറേറ്റീവ് പോയി. പക്ഷെ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് അറിയാം. സർക്കാരിൻ്റെ ഇമേജ് നമ്മൾ ശരിയായിട്ട് പറയുന്നത് മാത്രമല്ല, വലിയ കടന്നാക്രമണം അങ്ങോട്ട്. ഈ പൊയ്മുഖങ്ങൾ ആകെ അങ്ങ് വീണുകൊണ്ടിരിക്കുക. ചുരൽമല തന്നെ എൻ്റെ ഈ പണം കല്ല് എപ്പോഴാണ് വെച്ച് കല്ലിൻ്റെ മുകളിൽ ഇതൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരുടെ നെറേറ്റീവ്സ് പൊളിയാണ് തുറന്നു കാണിക്കുന്നത്. പക്ഷെ ഇതൊരു അത്ഭുതമല്ലേ? നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയല്ലേ? നമ്മൾ പിരിച്ച പണം എത്ര എന്ന് പറയേണ്ട ഒരു ബാധ്യത അതിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ പണം മോഷണം പോയി എന്നാണോ കാണുന്നത്? പക്ഷെ പബ്ലിക് കോസിന് വേണ്ടിയിട്ട് പിരിച്ച പണം, അത് ഇപ്പോൾ സതീശൻ പറഞ്ഞ പോലെ ഇവിടെ ജോയിന്റ് അക്കൗണ്ടിൽ ഇട്ടിരുന്ന പണം, ആ പണത്തിന് എന്ത് സംഭവിച്ചു? എത്രയാണ് ആ പണം? അത് മാത്രം പറയാം. അതെങ്കിലും പറയണ്ടേ, എത്ര പണമാണ് പിരിച്ചത്? ഇങ്ങനെയുള്ളൊരു സെറ്റ് സർക്കാരിനെ ഭരിക്കാൻ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ന്യായമായിട്ട് ആൾക്കാർ ചിന്തിക്കത്തില്ലേ? സോ ഇപ്പം നമ്മുടെ ഈ കേരളത്തിലെ ബാറ്റിൽ ഫോർ ഇമേജസ് അതിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. സർക്കാരിൻ്റെ ഇമേജ് സംരക്ഷിക്കുകയല്ല, അതിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഇവരെന്ത് പറഞ്ഞാലും. പക്ഷെ ഇവരുടെ പൊയ്മുഖങ്ങൾ പൊഴിഞ്ഞു വീണു തുടങ്ങി. ഇപ്പം ഗ്യാരണ്ടി നമ്മൾ ചർച്ച ചെയ്യുന്നു. എത്ര പൊള്ളയാണെന്ന് ഈ പറഞ്ഞു കൂട്ടിയത് മുഴുവനും ഇത് കോൺഗ്രസ്സുകാർ വിട്ടുകളഞ്ഞെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 30 സെക്കൻഡിൽ 300 വീടുണ്ടാക്കിയ ആൾക്ക് സ്വാഭാവികമായിട്ടും 5 ഗ്യാരണ്ടി ഒക്കെ ചുമ്മാ പറയാൻ പറ്റും. അല്ല, ഇതിന് ശേഷം സാധാരണ ഞാൻ വെച്ച് പിറ്റേന്ന് മുതൽ പ്രചാരണം എല്ലാവരുടെയും ആര് പ്രസംഗിക്കുന്നു? ഒരു ലേഖനം പോലും ഇല്ല. ലേഖനമില്ല. സോഷ്യൽ മീഡിയയിൽ അന്നത്തെ ദിവസം നേരത്തെ തയ്യാറാക്കി വെച്ച ചില പോസ്റ്റേഴ്സ് വന്നു, വേറെ ആരെങ്കിലും വർത്തമാനം പറയുന്നുണ്ട്.
അത് ഗ്യാസ് പോയിന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ഒരു ബാക്ക് ഫുട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഡോക്ടർ ടി എം തോമസ് ഐസക്, കെ ജെ ജേക്കബ്, നന്ദി സഹകരിച്ചത്.